ചെയ്യാൻ പോകുന്ന സർക്യൂട്ട് കമ്പോണൻസ് ഒക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലോ. ഇന്ന് നമ്മൾ ഈ കമ്പോണൻസ് വെച്ച്, അതായത് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഒരു ഒബ്ജക്റ്റ് അടുത്ത് വരുമ്പോൾ ആ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ അർഡിനോയിലേക്ക് കൊടുക്കും. അർഡിനോയിൽ നിന്ന് നമുക്കത് ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണോ ആ ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും, PWM എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സെർവോ മോട്ടർ വെച്ചാണ് നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സെർവോമീറ്ററാണ് നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് 5 വോൾട്ട് കൊടുക്കുക. നമ്മളൊരു ചെറിയ ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗ്രൗണ്ടും VCCയും പ്രത്യേകം വേറെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പിന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഗ്രൗണ്ട് കൊടുക്കും. ഗ്രൗണ്ട് നമ്മൾ അതുപോലെ തന്നെ വേറൊരു പിന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് അൾട്രാസോണിക് സെൻസറിൻ്റെ കണക്ഷൻ കൊടുക്കാം. നമ്മൾ സെൻസർ ഇവിടെ പ്ലേസ് ചെയ്തു. നമുക്ക് അടുത്തത് നമ്മൾ അൾട്രാസോണിക് സെൻസർ കണക്ട് ചെയ്യാം. അൾട്രാസോണിക് സെൻസറിന് ഒരു VCC പിന്നുണ്ട്, ഒരു ട്രിഗർ പിന്നുണ്ട്, ഒരു എക്കോ പിന്നുണ്ട്, ഒരു ഗ്രൗണ്ട് പിന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ വയറിനെ വെച്ച് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിടത്തോട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പിന്ന്, അതായത് ഈ ഗ്രീൻ കളർ കാണുന്നത് VCC ആണ്. അപ്പോൾ നമ്മളത് നമ്മുടെ ബ്രെഡ് ബോർഡിൽ നമ്മൾ 5 വോൾട്ട് കൊടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എക്കോ പിന്ന് D9-ലും ട്രിഗർ പിന്ന് D10-ലും കൊടുക്കാം. അതായത് ഡീറ്റെയിൽ പിൻ 9-ൽ എക്കോ പിന്നും ഡീറ്റെയിൽ പിൻ 10-ൽ ട്രിഗർ പിന്നും കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ വയലറ്റ് പിൻ എന്ന് പറയുന്നത് ട്രിഗറാണ്. ട്രിഗർ നമ്മൾ D10 കൊടുത്തു. ഇത് നമ്മുടെ എക്കോ പിൻ എടുത്ത് D9 കൊടുക്കും. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെർവോ മോട്ടർ കണക്ട് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി. സെർവോ മോട്ടറിൻ്റെ ബ്രൗൺ പിന്ന് വരുന്നത് നമ്മുടെ ഗ്രൗണ്ടാണ്. അത് നമ്മൾ ഗ്രീൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രീൻ ഗ്രൗണ്ട് ചെയ്യാം. ഗ്രീൻ ഗ്രൗണ്ട് ചെയ്തു. ഇനി സെർവോ മോട്ടറിൻ്റെ റെഡ് VCC ആണ്. VCCക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന യെല്ലോ ആണ്. ഇത് നമ്മൾ VCC കൊടുത്തു. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ D3-ലേക്ക് കൊടുക്കാനുള്ള പിന്നാണുള്ളത്. D3 നിന്ന് നമ്മുടെ പൾസ് വിത്ത് മോഡുലേഷൻ PWM പിന്നൊക്കെ കൊടുക്കേണ്ടത്. അത് നമ്മൾ D3-ലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോട്ടറും കണക്ട് ചെയ്തു, നമ്മൾ സെൻസറും കണക്ട് ചെയ്തു, നമ്മൾ ഗ്രൗണ്ടും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് കൊടുത്ത് നോക്കാം നമ്മുടെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സെർവോ മോട്ടറിൽ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഡ് ഇതാണ്, കണ്ടല്ലോ. നമ്മളപ്പോൾ സെൻസ് ചെയ്ത് കാണിച്ചിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.